ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് അമരപ്പയറും പിന്നെ കുറച്ച് കപ്പലണ്ടിയും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്നങ്ങ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. തൊലിയൊന്നും കളയണമെന്നില്ല. ഇനി ഒരു 10-20ഓളം നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, എരിവിനനുസരിച്ച് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടങ്ങ് റോസ്റ്റായി ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് ഒന്ന് റോസ്റ്റാക്കിയാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഇതുവരെയൊക്കെ മതിയാവും. ഇതുവരെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ ഞാനിതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകമൊക്കെ അതിലുണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ അമരയ്ക്ക ഇതുപോലെ നീളത്തിലാണൊന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാവേ. ഈ അമരയ്ക്ക കാണുമ്പോഴേക്ക് ഓടിപ്പോകുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും ട്രൈ ആക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അമരയ്ക്ക ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. അപ്പോൾ അതാണ്ട് ഇതുവരെ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരുമിച്ച് ചേർത്തിട്ട് വഴറ്റിയാലും മതി. ഞാൻ ഈ മല്ലിപ്പൊടി ചേർക്കാനങ്ങ് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അതുകൊണ്ട് ഈ സമയം നമ്മുടെ ആ കപ്പലണ്ടിയുടെ ഒക്കെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് ക്രഷാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇനി നമ്മുടെ അമരക്കയുടെ മിക്സിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവേ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കിയെടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കണേ. അപ്പോൾ ആ കപ്പലണ്ടിയുടെയൊക്കെ ആ ഒരു മിക്സ് കുറച്ച് കട്ടകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്നങ്ങ് ഉടച്ചു കൊടുക്കണം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. ഈ അമരക്കയ്ക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണേ. അതുവരെയും ഒന്നങ്ങ് വേവിക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ദാണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ അമരപ്പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ഇതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. അതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അമരപ്പയറിൻ്റെ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. ഒരു സൈഡ് ഡിഷാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഇനി ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അമരപ്പയറൊക്കെ എടുത്ത് കളയുന്നവർക്കും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടാറ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.